ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഇന്ന് ഒരു ചെറിയ പീസ് ചുരക്കയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും വെച്ചിട്ട് നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഓയിൽ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പോളം കടലപ്പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കാം. ആരും പേടിക്കണ്ട, കുക്കർ ഇത്തിരി ഒന്ന് ചൂടായിട്ടിരുന്നതാട്ടോ, അതാണ് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയൊക്കെ. അപ്പോഴ് ഇനി ഈ കടലപ്പരിപ്പിന് പകരം നിങ്ങളുടെ കയ്യിൽ തുവരപ്പരിപ്പാണുള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അത്രയും ഭാഗം തന്നെ നമ്മുടെ ചുരക്കുണ്ടല്ലോ, അത് ക്ലീൻ ആക്കി അകത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു പച്ചമുളക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാമ്പാറിനൊക്കെ അരിയുന്ന ആ ഒരു പാകത്തിന് അരിഞ്ഞെടുത്താൽ മതിയേ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. അവിടെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ഓയിലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേവാനും പാകത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ. ഒരു 4 വിസിലെങ്കിലും വേണ്ടി വരും. ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഒരു 4 വിസിലാവട്ടെ. ഇപ്പോൾ ഒരു 4 വിസിലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അവിടെ നമ്മൾ ഇട്ട് കൊടുത്ത പച്ചക്കറിയും കടലപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഈ ചുരക്കയൊക്കെ നമ്മൾ ചിലപ്പോൾ വെറുതെ എടുത്ത് കളയാറുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു താളിപ്പ് കൂടെ ചേർക്കാം. അപ്പോൾ കുറച്ചും കൂടെ അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയാണ് ഇതിനുള്ളത്. നമ്മളിങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ തന്നെ കുറച്ചും കൂടെ അങ്ങ് തിക്കാവേ. കണ്ടോ നല്ല അടിപൊളി ഒരു കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹെൽത്തിയുമാണ്, എണ്ണയൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. ഇനി ഇതിലേക്ക് ഫൈനലി കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ചൂടോടെ തന്നെ അങ്ങോട്ട് കഴിച്ചാലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ചപ്പാത്തിയിലൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.